ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നീ 3 വൻകരകളിലായി വ്യാപിച്ചു കിടന്നിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ഓട്ടോമൻ എംപയർ. 600-ലേറെ വർഷം നിലനിന്ന ഈ ഒരു എംപയറിനെ എങ്ങനെയായിരിക്കും ലോറൻസ് ബ്രിട്ടന്റെ സഹായത്തോടു കൂടി തകർത്തിട്ടുണ്ടാവുക? ബ്രിട്ടീഷുകാരനായ ലോറൻസിന് ഇത് എങ്ങനെയായിരിക്കും സാധിച്ചിട്ടുണ്ടാവുക? അത് മനസ്സിലാക്കണമെങ്കിൽ അറബ് റിവോൾട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ലോറൻസിനെ കുറിച്ചും അറിയേണ്ടത് വളരെ അനിവാര്യമാണ്. തുർക്കികളെയും അറബികളെയും തമ്മിൽ തെല്ലിക്കാൻ ബ്രിട്ടൻ 1-ാം ലോക മഹായുദ്ധ സമയത്ത് മെനഞ്ഞെടുത്ത ഒരു വാർ സ്ട്രാറ്റജി ആയിരുന്നു അറബ് റിവോൾട്ട്. ഇതിലൂടെ ഓട്ടോമൻ സാമ്രാജ്യത്തെ 2ആയി വിഭജിക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടൻ്റെ ലക്ഷ്യം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഡിവൈഡ് ആൻഡ് കോൺകർ, അല്ലെങ്കിൽ ഭിന്നിച്ച് കീഴടക്കുക. സ്വതന്ത്രമായൊരു അറബ് സാമ്രാജ്യം അറബികളെ കൊണ്ട് സ്വപ്നം കാണിക്കുകയും പിന്നീട് ഓട്ടോമൻ സൈന്യത്തിനെതിരെ അവരെ സംഘടിപ്പിക്കുകയും ആയിരുന്നു ബ്രിട്ടൻ്റെ പ്ലാൻ. ഈ ദൗത്യം ഭംഗിയായി നിർവഹിച്ചതാകട്ടെ ലോറൻസ് ആയിരുന്നു. ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അറബ് റിവോൾട്ട് അല്ലെങ്കിൽ അറബ് കലാപം നയിച്ചിരുന്നത് അറബിയല്ലാത്ത ബ്രിട്ടീഷുകാരനായ ലോറൻസ് ആയിരുന്നു എന്നുള്ളതാണ്. ഓട്ടോമൻ സാമ്രാജ്യത്തെ തകർത്ത ശേഷം